ഞങ്ങൾ ഇത്ര നാൾ വീടില്ലാതെ തന്നെ കഴിഞ്ഞു, ഇനി അങ്ങനെ തന്നെ കഴിഞ്ഞോളാം. അല്ല അതിനുവേണ്ടി ആരും രംഗത്തിറങ്ങി അവൻ്റെ പേരിൽ ഞങ്ങൾക്ക് വീട് ഒന്നും വേണ്ട. മോന് നീതി മാത്രം മതി, അല്ല വേറെ ഒന്നും വേണ്ട. അവൻ്റെ നീതി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഞാനും അവൻ്റെ അമ്മയും പോവായിരിക്കില്ല, പിന്നെ അമ്മക്ക് എന്തിന് വീട്? നിതിൻ രാജിന്റെ മരണം നടന്നിട്ട് ഇന്നിപ്പോൾ 18 ദിവസം പിന്നിടുകയാണ്. ഇന്നിപ്പോൾ സംസ്ഥാനം നീതി തേടി ഒരു ഹർത്താൽ ദിവസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഹർത്താൽ നടക്കുന്നത്. പക്ഷേ കുടുംബത്തിന് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നിതിൻ രാജിന്റെ അച്ഛൻ രാജൻ റിപ്പോർട്ടിനോടൊപ്പം ചേരുകയാണ്. 18 ദിവസം പിന്നിടുകയാണല്ലേ? മോൻ പോയിട്ട് 18 ദിവസം കഴിഞ്ഞു, പക്ഷെ അവന് നീതി കിട്ടിയില്ല. ആരൊക്കെ തെരുവിലിറങ്ങിയാലും എൻ്റെ മോന് നീതി വാങ്ങിച്ചു കൊടുക്കണം, എല്ലാ പാർട്ടിക്കാരും എല്ലാവരും. കാരണം അവൻ ഈ ഞങ്ങളുടെ നാട്ടുകാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു. അവൻ എന്തിന് നിങ്ങളെ കൊന്ന് തല്ലി? അവൻ്റെ ഒരു കയ്യും കാലും അടിച്ചടിച്ച് കഴിഞ്ഞ് വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ അവനെ നോക്കുമായിരുന്നല്ലോ. ഡോക്ടർ റാമിനെ അടക്കം ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും ദിവസമായി മരണം നടന്നിട്ട് ഡോക്ടർ സംഗീതയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടി. ഇന്നലെ ഇപ്പോൾ അവർ പോലീസിൽ കീഴടങ്ങി പോകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തി തന്നെ റാമുണ്ട്, ആ പള്ളിക്കുന്നിൽ തന്നെ കാണും. അവന്മാരെ കളിക്കണമില്ലേ? ആന്ധ്രയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, കർണാടകത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞു. പല കേസുകളിലും അപ്പോഴും പിടിക്കണമില്ലേ? പിന്നെ ഈ റാമിനെയൊക്കെ എന്തുകൊണ്ട് പിടിക്കും? ഇത്രയും കുട്ടികളും ഞങ്ങളെല്ലാവരും തെളിവ് സഹിതം ഹാജരാക്കിയിട്ട് ഒരു റാമെന്ന് പറയണ ഒരുത്തനെ പിടിക്കാൻ പറ്റിയില്ലേ? പിന്നെ എന്തെന്ന് ഈ പോലീസ് നിയമങ്ങൾ? ഇതൊക്കെ നമ്മളെ വെറുതെ കോമാളികളാക്കണമില്ലേ? അന്വേഷണം ഇപ്പോഴും ഈ ലോൺ ആപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഒരു പരാതി ഉണ്ടോ? അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞ പരാതികളൊന്നും അന്വേഷിക്കാത്തൊരു സാഹചര്യമുണ്ടോ? അന്വേഷണത്തിൽ തൃപ്തരാണോ കുടുംബം? കോളേജുകാരെല്ലാം കൂടെ കൊന്നിട്ട് ആപ്പിന്റെ പേരിൽ ആത്മഹത്യയൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നത്, അല്ലാതെ ബാക്കി വിഷ്വൽസ് നമ്മളെ കാണിക്കില്ലല്ലോ. പ്രിൻസിപ്പലിന്റെ റൂമിലെ വിഷ്വൽസ് മാത്രം ഒരു നല്ല നിലവാരമില്ലാത്ത ഒരു മൊബൈലിൽ എൻ്റെ മരുമോനെ കാണിച്ചിട്ട് ബാക്കി വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. പിന്നെ വേറെ ഏതാ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഇരിക്കണം എന്നൊക്കെയാണ് ACP പറഞ്ഞത്. ഇതൊക്കെ എൻ്റെ ന്യായമാണ്. അവരെയൊക്കെ അത് പല പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനാണ് അങ്ങനെ നോക്കുന്നത്. നമ്മളെ ഒരു തെളിവൊന്നും കാണിച്ചു, സ്റ്റാഫ് റൂമിൽ നടന്ന വിഷ്വൽസ് കാണിച്ചിട്ടില്ല, പുറത്ത് മോൻ പോണത് കാണിച്ചിട്ടില്ല, മറ്റേ ആത്മഹത്യ ചെയ്തു എന്ന് പറയണം, അങ്ങോട്ട് കയറി പോകണം, ഒന്നും കാണിച്ചിട്ടില്ല. ഒന്നും കാണിക്കാതെ എന്ത് കുറ്റപത്രം സമർപ്പിക്കണം? ഞങ്ങൾ പിന്നെ സാമ്പത്തികം കുറഞ്ഞവരാകൊണ്ടാണോ ഇങ്ങനെ കാണിക്കുന്നത്? അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് തന്നെയാണ് ഇപ്പൊ പറയുന്നത്. ഇല്ലല്ല, ഒരു തൃപ്തരും അല്ല. ഇങ്ങനെയാണ് അന്വേഷിക്കുന്നത്. ഒരാളെ കണ്ടില്ലെങ്കിൽ അവർ ആ സെക്കൻഡിൽ പോയി പിടിക്കുമല്ലോ. അല്ലെങ്കിൽ നോയിഡയിൽ പോയി 3 പേരെ പിടിച്ചെന്ന് പറയണം. അത് എത്ര സെക്കൻഡിനുള്ളിലാണ് പിടിച്ചത്? ഒരു റാമെന്ന് പറയണം അവരെ കണ്ണിന്റെ മുമ്പേ ഇരുന്നിട്ട് അവർ പറയണ ആന്ധ്രയിൽ, കർണാടകത്തിൽ, ബാംഗ്ലൂരിലെല്ലാം ബല വീശിയിട്ടുണ്ട്. പിന്നെ ഓരോ ഗ്യാങ്ങായിട്ടാണ് പോയത്. എവിടെ പിടിച്ചു? ആരും പിടിച്ചില്ല. ഇനി അങ്ങേരെ ഹൈക്കോടതിയിൽ പോയി ജാമ്യം കൊടുത്ത് ഊരിക്കൊണ്ട് പോകുന്ന നേരം പോലീസ് അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കണമെന്ന് അവർ പറയും. അതുവരെ ഉള്ള കളികളാണ് ഇതെല്ലാം, അറിഞ്ഞുകൊണ്ടുള്ള കളികളാണ്. എൻ്റെ മോന് നീതിക്ക് വേണ്ടി, അവർക്കും മക്കളുള്ളതല്ലേ, നീതിക്ക് വേണ്ടി എല്ലാവരും നിൽക്കേണ്ടത്. ഈ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന് ഹർത്താൽ നടക്കുകയാണ്. പലയിടങ്ങളിലും വലിയ പ്രതിഷേധവും ബസ് തടയലും അടക്കം നടക്കുകയാണ്. ഇത്തരം സമരങ്ങളിലൂടെ നീതി കിട്ടുമെന്ന് കരുതുന്നുണ്ടോ അശ്വൻ? നീതി കിട്ടാൻ വേണ്ടി തന്നെയാണ് അവരെല്ലാവരും മുന്നിൽ നിൽക്കുന്നത്. നീതി തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷേ ഇത് ഏറ്റെടുത്ത് കേരള പൊതുസമൂഹം മൊത്തം ഏറ്റെടുത്ത് അവന്റെ നീതിക്കാണ് നിൽക്കുന്നത്. അത് അവിടെ ദളിത് സംഘടനകളെന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ BJP-കാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ ഒന്നുമില്ലാതെ എല്ലാവരും ഇറങ്ങി എൻ്റെ മോന് നീതി വാങ്ങിച്ചു കൊടുക്കാനാണ് ഞാൻ പറയണത്. ഞങ്ങളൊരു പാർട്ടിയിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നീതി വാങ്ങിച്ചു കൊടുക്കുക. വീട് വെപ്പൊക്കെ അവിടെ കിടക്കട്ടെ, എൻ്റെ മോനെ നീതി വാങ്ങിച്ചു കൊടുക്കി. ഞങ്ങൾ എത്ര നാളിൽ വാടക വീട്ടിലല്ലേ കഴിയണം, ഇനി അങ്ങനെ തന്നെ കഴിഞ്ഞോളാം. അവൻ ആദ്യം നീതി വാങ്ങിച്ചു കൊടുക്കും, ഇനി ബാക്കി കാര്യങ്ങൾ പിന്നെ ചെയ്താൽ മതി. ഈ വലിയ റോഡിലിറങ്ങിയുള്ള വാഹനങ്ങളടക്കം തടഞ്ഞുകൊണ്ടുള്ള ഇത്തരം പ്രതിഷേധങ്ങൾ ആളുകൾ തിരിച്ചു പ്രതികരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ആളുകൾ അതിന് ഒപ്പം നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ? മനസാക്ഷിയുള്ളവരൊപ്പം നിൽക്കും. കാരണം ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനാണ് പറയുന്നത്. മനസാക്ഷിയുള്ളവർ അതിൻ്റെ കൂടെ നിൽക്കും. കാരണം എൻ്റെ മോൻ അവിടെ പോയി ഒരു ഡോക്ടർ ആവാനാണ് പോയത്, അല്ലാതെ അവിടെ പോയി ചാടി മരിക്കാനല്ല പോയത്. ഞങ്ങൾക്കറിയാം അങ്ങനെയൊന്നും ചെയ്യൂലെന്ന്. അന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വരാൻ വേണ്ടിയിരുന്ന എൻ്റെ പൊന്നുമോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അന്ന് 11:30 എൻ്റെ മക്കൾ അവന് ഭക്ഷണം കഴിക്കാൻ വരെ പൈസ ഇട്ട് കൊടുത്ത് വളരെ സന്തോഷവനായിരുന്നു അവൻ. പിന്നെ എന്തിനാ ഈ 1:30 ആത്മഹത്യ എന്ന് പറഞ്ഞാൽ? അതൊക്കെ വെറും വ്യാജമാണ്, അങ്ങനെയൊന്നും ചെയ്യൂല.
CPM വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ തറക്കല്ലിടിയൽ ചടങ്ങുകളടക്കം നടത്താനൊക്കെ തീരുമാനിച്ചിരുന്നതുമാണ്. പിന്നീട് എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ ആ വീട് സ്വീകരിക്കുന്നുണ്ടോ? എന്തെങ്കിലും തീരുമാനമായോ അക്കാര്യത്തിൽ? നമ്മൾ വീടൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അവന് നീതി കിട്ടട്ടെ. പിന്നെ വീട് വെച്ച് കൊടുക്കാതിരിക്കുക എന്തുവേണോ ആരും എന്തുവേണോ ചെയ്യട്ടെ. പക്ഷെ എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എൻ്റെ മോന് നീതി കിട്ടണം. ഞങ്ങൾ ഇത്ര നാൾ വീടില്ലാതെ തന്നെ കഴിഞ്ഞു. ഇനി അങ്ങനെ തന്നെ കഴിഞ്ഞോളാം. അല്ല അതിനുവേണ്ടി ആരും രംഗത്തിറങ്ങി അവൻ്റെ പേരിൽ ഞങ്ങൾക്ക് വീട് ഒന്നും വേണ്ട. മോന് നീതി മാത്രം മതി, അല്ല വേറെ ഒന്നും വേണ്ട. അവൻ്റെ നീതി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഞാനും അവൻ്റെ അമ്മയും പോവായിരിക്കില്ലേ. പിന്നെ അമ്മക്ക് എന്തിനു വീട്? ഇത് തന്നെയാണ് ആ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും കണ്ണീര് തോരാത്ത അച്ഛനും അമ്മയുമാണ് ഉള്ളത്. ഇന്നിപ്പോൾ ഹർത്താൽ നടക്കുമ്പോൾ മനസാക്ഷിയുള്ള ആളുകൾ അതിനൊപ്പം നിൽക്കട്ടെ, മകന് നീതി കിട്ടട്ടെ എന്ന് മാത്രമാണ് അച്ഛന് പറയാനുള്ളത്. 18 ദിവസം പിന്നിടുമ്പോൾ ഇപ്പോഴും അതിലെ പ്രധാന പ്രതി ആയി പോലീസ് കരുതുന്ന ഡോക്ടർ റാമിനെ അടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതിലുള്ള അതൃപ്തിയും കുടുംബത്തിനുണ്ട്. അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയിൽ തന്നെയാണ് കുടുംബം എന്നുമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് മകന് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് നിതിൻ രാജിന്റെ അച്ഛനായ രാജൻ ഇപ്പോൾ എന്തായാലും റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്.